മാത്തമാറ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ ഉദ്യോഗാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ച് മാത്തമാറ്റിക്സ് മത്സര പരീക്ഷകളിലെ ഗണിത ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. മത്സര പരീക്ഷകളിലെ ഗണിത വിഭാഗം മാത്തമാറ്റിക്സിനോടൊപ്പം ചേർന്ന് ലളിതമാക്കാം. Root of 5625 equal to 75. Then root of 0.5625 plus root of 56.25 എത്രയാണ്? ഇവിടെ 4 ഡെസിമൽ ഉണ്ട്. അപ്പം അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ 2 ഡെസിമലാണ് ഉണ്ടാവുക, 0.75. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത്, അതുകൊണ്ട് സ്ക്വയർ റൂട്ടിൽ 2 ഡെസിമലാണ്, 1 ഡെസിമലാണ് ഉണ്ടാവുക. ആഡ് ചെയ്യണം. 5, 7 plus 5, 12, 1 plus 7, 8. 8.25 ആണ് ആൻസർ. ഓപ്ഷൻ എ 8.25 ആണ് ആൻസർ. Two by 13, 5 by 6, 3 by 4, 9 by 17 എന്നിവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? നമ്മൾ സാധാരണ ഭിന്നസംഖ്യാ കണക്കുകൾ മാർക്ക് അടിസ്ഥാനത്തിലാണ്, മാർക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നോക്കുക. ഇവിടെ 13-ൽ 2 മാർക്ക്, 6-ൽ 5 മാർക്ക്, 4-ൽ 3 മാർക്ക്, 17-ൽ 9 മാർക്ക്. ഏറ്റവും വലുതാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ 2 ഏതോ ഒന്നാണ് വലുത്. അപ്പോൾ 5/6, 3/4. ഇതിൽ വലുത് നോക്കാൻ 5 4s are 20, 6 3s are 18. അപ്പോൾ 5/6 is greater. 5/6 is greater. 5/6 ആണ് വലുത്. ഈ ഭിന്നസംഖ്യയിൽ ഏറ്റവും വലുതാണ് ചോദിക്കുന്നത്. ഭിന്നസംഖ്യാ കണക്കുകൾ നമ്മൾ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. 2 by 13, അതായത് 2 out of 13, 5 out of 6, 3 out of 4, 9 out of 17. ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? 11 മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു മിസ്റ്റേക്ക്, ഇവിടെ ഒരു മിസ്റ്റേക്ക്, ഇവിടെ 8 മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ 5/6-ഉം 3/4-ലും ഒരു മിസ്റ്റേക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ 2 വലുത്. അത് തന്നെ നമ്മൾ നോക്കുമ്പോൾ 5/6-ഉം 3/4-ഉം നോക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 20, 18. അത് മാത്രമല്ല, അടുത്തടുത്ത സംഖ്യകൾ കൊണ്ട് ഭിന്നസംഖ്യ ഉണ്ടാക്കുമ്പോൾ 5 6 3 4 1 2 9 10 അങ്ങനെ അടുത്തടുത്ത സംഖ്യകൾ 5 6 3 4 അടുത്തടുത്ത സംഖ്യകളാണ്. വലിയ സംഖ്യ കൊണ്ടുണ്ടാക്കുന്ന വലുത്, ചെറിയ സംഖ്യ കൊണ്ടുണ്ടാക്കുന്ന ചെറുത്. അപ്പോൾ ഇവിടെ 5/6, 3/4, അതിൽ വലിയ സംഖ്യ കൊണ്ടുണ്ടാക്കിയത് 5/6 ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 വർഷം മുമ്പ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക 58 ആണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 5 വർഷം മുമ്പുള്ള അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ്, ഫാദേഴ്സ് ഏജ് 5x, മകൻ്റെ വയസ്സ് 1x. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ വയസ്സ് 5x + x 6x. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് 5 വയസ്സ് കൂടിയുണ്ട്, മകൻ്റെ വയസ്സ് 5 വയസ്സ് കൂടിയുണ്ട്. അപ്പോൾ ആകെ 6x + 10, അതാണ് 58. അപ്പോൾ 6x, 5 കൊല്ലം മുമ്പുള്ള രണ്ടുപേരുടെയും വയസ്സ്, തുക 6x എന്ന് പറയുന്നത് 58 - 10. അപ്പോൾ 6x എന്ന് പറയുന്നത് 48, x 48/6, 8 വയസ്സാണ് മകന്. 5 കൊല്ലം മുമ്പ് മകൻ്റെ വയസ്സ് 8, അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് 13. അച്ഛൻ്റെ വയസ്സ് 8 40 + 5 45. മകൻ്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്, 13 ആണ് വയസ്സ്, ഇപ്പോഴത്തെ വയസ്സ്.
ഇത് നമുക്ക് 5 കൊല്ലം മുമ്പുള്ള അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതമാണ് തന്നിരിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും കൂടെ ആകെ 5 കൊല്ലം മുമ്പുള്ള വയസ്സ് കാണാൻ 5 5 10 കുറയ്ക്കണം. അപ്പൊ ആദ്യം നമുക്ക് 58 നിന്ന് 10 കുറയ്ക്കാം. 48 കിട്ടും. വയസ്സുകളുടെ അനുപാതം 5:1 ആയതുകൊണ്ട് 5 + 1 6 ആണല്ലോ. 48/6 = 8. അപ്പൊ 5 കൊല്ലം മുമ്പുള്ള മകന്റെ വയസ്സ് 8, ഇപ്പോഴത്തെ മകന്റെ വയസ്സ് 8 + 5 13. അപ്പോ രണ്ടുപേരുടെയും വയസ്സ് 5 വർഷം മുമ്പ് ആയതുകൊണ്ട് 5 5 10 കുറയ്ക്കുക. എന്നിട്ട് അതിനെ 6 കൊണ്ട് ഭാഗിക്കുക. മകന്റെ വയസ്സ് 5 കൊല്ലം മുമ്പുള്ള വയസ്സ് കിട്ടും. ഇപ്പോഴത്തെ വയസ്സ് കിട്ടാൻ 5 കൂട്ടണം. അപ്പൊ 13 എന്ന ഉത്തരം കിട്ടും. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? അടുത്ത സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം 2 ആണ്, നെക്സ്റ്റ് 5 ആണ്. അപ്പൊ 2 + 3 5. അടുത്തത് 11 ആണ്. 5 + 6 11. അടുത്തത് 23 ആണ്. 11 + 12 23. നെക്സ്റ്റ് 47 ആണ്. 23 + 24 ആണ് 27. 47. നെക്സ്റ്റ് 47 + 48 95 ആണ് ആൻസർ. ആദ്യം 2ന്റെ കൂടെ 3 ആണ് ചേർത്തിരിക്കുന്നത്. അടുത്ത ചേർത്തത് അതിൻ്റെ ഡബിൾ 6 ആണ്. വീണ്ടും ചേർത്തത് അതിൻ്റെയും ഡബിൾ 12 ആണ്. അതിൻ്റെയും ഡബിൾ 24 ആണ് ചേർത്തത്. വീണ്ടും 24ന്റെ ഡബിൾ 48 ആണ് ചേർത്തത്. അപ്പൊ നെക്സ്റ്റ് നമ്പർ 95. 95 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ യഥാക്രമം 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡുകളുടെ ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നുവെന്നിരിക്കട്ടെ. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്? ഇനി ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 6, 8, 12 ഇവരുടെ LCM ആണ് കാണേണ്ടത്. LCM എന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇതിലെല്ലാത്തിലും വെട്ടിപ്പോകുന്ന നമ്പർ, എല്ലാത്തിൻ്റെയും ഫാക്ടർ ആയിട്ടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 3s are 6, 2 4s are 8, 2 6 are 12. ഇനി എല്ലാത്തിലും പോകുന്ന നമ്പർ ഇല്ല, പക്ഷെ 2 എണ്ണത്തിൽ പോകുന്ന നമ്പർ ഉണ്ട്. വീണ്ടും 2 കൊണ്ട് നോക്കാം. 2 3ൽ പോവില്ല, താഴ്ത്തിറക്കി വെച്ചു. 2 4ൽ 2 ടൈംസ്, 2 6ൽ 3 ടൈംസ്. വീണ്ടും എല്ലാത്തിലും പോകുന്ന ഇല്ല, പക്ഷെ 2 നമ്പറിൽ പോകുന്ന 3 ഉണ്ട്. 3 3ൽ 1, 3 2ൽ പോവില്ല, 3 3ൽ 1. ഈ പുറമേ കാണുന്ന നമ്പറുകളെല്ലാം കൂടെ ഇൻറ്റു ചെയ്താൽ മതിയാവും. ഏതൊക്കെയാണ്? 2 × 2 × 3 × 2. ഇതാണ് ഇതിൻ്റെ LCM. അപ്പോൾ LCM 4 × 6 24. അപ്പോൾ ആൻസർ 24 സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ 3 മണികളും ഒരുമിച്ചടിക്കുന്നത് ഇനി 24 സെക്കൻഡ് കഴിയുമ്പോഴാണ്. LCM ആണ് ഇവിടെ കാണേണ്ടത്. LCM കാണാൻ എല്ലാത്തിലും പോകുന്ന നമ്പർ കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യണം. പിന്നെ എല്ലാത്തിലും പോകുന്ന ഇല്ലെങ്കിൽ 2 എണ്ണത്തിൽ പോകുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, വീണ്ടും ചെയ്യണം. അങ്ങനെ ഇനി 2 എണ്ണത്തിലും പോകുന്ന നമ്പർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം പുറമേ കാണുന്ന നമ്പറുകളെല്ലാം ഗുണിക്കണം. 24 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഒരുമിച്ച് അടയ്ക്കുക. ക്വസ്റ്റ്യൻ: ഒരു കോഡ് ഭാഷയിൽ ടൈമിനെ GRNB എന്ന് എഴുതാമെങ്കിൽ അതേ കോഡ് ഉപയോഗിച്ച് ബുക്കിനെ എങ്ങനെ എഴുതാം? ഇവിടെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിനായി ഞാൻ ABCD നമ്മുടെ ആൽഫബറ്റ് 26 അക്ഷരത്തെ A തൊട്ട് M വരെ താഴത്തേക്കും
വീണ്ടും അവിടുന്ന് എന്നിന്ന് മുകളിലേക്ക് സെറ്റ് വരെയും എഴുതിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കിപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ടൈം ടീന് നേരെയാണ്, ടീന് നേരെയുള്ള ജി എഴുതിയിരിക്കുന്നു. ഐന് നേരെ ആർ എഴുതിയിരിക്കുന്നു. എമ്മിന് നേരെ എൻ, ഇക്ക് നേരെ വി എഴുതിയിരിക്കുന്നു. അതുപോലെ അങ്ങനെയാണെങ്കിൽ ബുക്കിനെ എങ്ങനെ എഴുതാം? ബുക്ക് എന്നുള്ളതിന് ബി ഒ ഒ കെ എന്ന് ആദ്യം എഴുതുക. ബിന് നേർക്ക് വരുന്ന ആദ്യം വൈ ആണ്, ഒയിന് നേർക്ക് വരുന്ന എൽ ആണ്, വീണ്ടും എൽ, കെയിന് നേർക്ക് പി. അപ്പോൾ വൈ എൽ എൽ പി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആൽഫബറ്റ് എ തൊട്ട് എം വരെയും എൻ തൊട്ട് മുകളിലേക്ക് സെഡ് വരെയും എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ട ടൈമിന് GRNB എന്ന് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് അവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. അതേ ക്രമത്തിൽ ബുക്കിന് എഴുതുന്നത് ബിക്ക് നേരെ, ഒക്ക് നേരെ, കെയിന് നേരെയുള്ള അക്ഷരങ്ങൾ നേരെ എതിരെയുള്ളത് എഴുതിയാൽ മതിയാവും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. 12 plus 6 divided by 2 into 3 minus 4. ലഘൂകരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ആദ്യം നമുക്ക് 12 plus 6 ഹരിക്കണം 2 into 3 minus 4. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ, ഒരു പ്രശ്നത്തിൽ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, ഇതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇവ വരികയാണെങ്കിൽ ബോർഡ് മാസ് എന്ന റൂൾ ഉപയോഗിച്ചാണ് കണക്ക് ചെയ്യേണ്ടത്. അതായത് ഒരു പ്രശ്നത്തിൽ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇതിൻ്റെ ചുരുക്ക രൂപങ്ങളാണ്, ആദ്യ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ബോർഡ് മാസ് റൂൾ. ഇവ എല്ലാം തന്നെയോ ഏതെങ്കിലുമൊക്കെയോ വരികയാണെങ്കിൽ ഈ ബോർഡ് മാസ് റൂളിൽ വരുന്ന ക്രമത്തിനനുസരിച്ച് ചെയ്യണം എന്നാണ്. അപ്പം ആദ്യം ബ്രാക്കറ്റ് ഇല്ല, ഓഫിൻ്റെ കണക്കില്ല, ഡിവിഷൻ ആദ്യം ചെയ്യണം. അപ്പോൾ 12 plus 6 divided by 2 3 into 3 minus 4, ഡിവിഷൻ കഴിഞ്ഞു, ഡിവിഷൻ ആദ്യം ചെയ്തു. ഇനി അടുത്ത ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 12 plus 9 minus 4. ഇനി അടുത്തത് നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും. അപ്പോൾ നമുക്ക് 21 minus 4. അപ്പോൾ ആൻസർ ഈസ് 17. ഓപ്ഷൻ 7, ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി 17 ആണ് ആൻസർ. അപ്പോൾ ബോർഡ് മാസ് റൂള് ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇവ എല്ലാം കൂടിയോ ഏതെങ്കിലുമൊക്കെയോ ഒരു പ്രോബ്ലത്തിൽ വരികയാണെങ്കിൽ ബോർഡ് മാസ് റൂള് അനുസരിച്ച് ഇവ പറയുന്ന ക്രമം അനുസരിച്ച് ചെയ്യണം. ഇതാണ് ബോർഡ് മാസ് റൂൾ. അല്ലാതിരുന്നാൽ അതിന്റെ ഉത്തരം തെറ്റിപ്പോകും. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 225 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? സമയമാണ് ഇവിടെ കണക്കാക്കേണ്ടത്. സമയം കണക്കാക്കുന്നതിന് ദൂരം ബൈ വേഗത, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 225, വേഗത എത്രയാണ്? 90. അപ്പോൾ 225 ബൈ 9 ഇൻറ്റു 10. ഇവിടെ 9 കൊണ്ട് വെട്ടിപ്പോകും. 5 2 7 2 9 0.9 മൾട്ടിപ്പിളിൽ വെട്ടിപ്പോകും. 2 9s are 18, 4 45 5. അപ്പോൾ 25 by 10 2.5, അതായത് 2.5 മണിക്കൂർ. 2 മണിക്കൂർ 30 മിനിറ്റ്. 2 മണിക്കൂർ 30 മിനിറ്റ്. ഇനി കുറച്ചുകൂടെ വേഗത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നോക്കാം. 1 മണിക്കൂറിൽ
1 മണിക്കൂർ കൊണ്ട് 90 കിലോമീറ്റർ. 2 മണിക്കൂറിൽ 180. അപ്പോൾ 45 കിലോമീറ്ററിന് അരമണിക്കൂർ, അങ്ങനെ 2.5 മണിക്കൂർ. 1 മണിക്കൂറിൽ 90, ഇനി 1 മണിക്കൂറിൽ 90. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് 45. അപ്പോൾ ആകെ 225 കിലോമീറ്ററിന് 2.5 മണിക്കൂർ. 2 മണിക്കൂർ 30 മിനിറ്റ്. എൻ്റെ കയ്യിൽ 24 പേനകളും 36 പെൻസിലുകളും 60 നോട്ട് ബുക്കുകളും ഉണ്ട്. ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയാവുന്ന പരമാവധി പാക്കറ്റുകൾ എത്ര? പരമാവധി കാണേണ്ടി വരുമ്പോൾ, മാക്സിമം കാണേണ്ടി വരുമ്പോൾ HCF ആണ് കാണേണ്ടത്. HCF ആണ് കാണേണ്ടത്. 24, 36, 60 ഈ സംഖ്യകളുടെ HCF കാണണം. നമുക്കറിയാം ഇവയെല്ലാം 12ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 2, 3, 5. ഇനി എല്ലാത്തിലും പോകുന്ന നമ്പർ ഇല്ല. അപ്പോൾ ഈ സംഖ്യകളുടെ HCF 12. അപ്പോൾ പരമാവധി പാക്കറ്റുകളുടെ എണ്ണം 12. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ പരമാവധി എന്നാൽ, അതായത് മാക്സിമം എന്നൊരു കണക്കിൽ ചോദിക്കുകയാണെങ്കിൽ HCF ആണ് കാണേണ്ടത്. ലീസ്റ്റ്, ഏറ്റവും ചെറിയ എന്ന് ഒരു കണക്കിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെ LCM ആയിരിക്കും കാണേണ്ടി വരിക. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിലെ ഒറ്റയാൻ ഏതാണ്? 16, 36, 64, 81, 125. 16 എന്നത് 4 സ്ക്വയർ, 36 6 സ്ക്വയർ, 64 8 സ്ക്വയർ, 81 9 സ്ക്വയർ, 125 5 ക്യൂബ്. അപ്പോൾ 125 ആണ് ഇവിടത്തെ ഒറ്റയാൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മറ്റെല്ലാം സ്ക്വയർ നമ്പറാണ്, ഇത് ക്യൂബാണ്, 5ന്റെ ക്യൂബാണ്. ഓക്കെ. വിവിധ മത്സര പരീക്ഷകൾക്കായി മാത്തമാറ്റിക്സ് കൂടുതൽ ക്ലാസ്സുകൾ വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ ക്ലാസ്സുകളും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ മാത്തമാറ്റിക്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മത്സര പരീക്ഷകളിലെ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ ഇട്ടാൽ ഞങ്ങൾ അതിനുള്ള ഉത്തരം അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി തരുന്നതാണ്. മാത്തമാറ്റിക്സ് നവോദയ ക്ലാസ്സുകൾ മാർച്ച് 4-ന് അടുത്ത കൊല്ലത്തേക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.